കഴിഞ്ഞ 5 വർഷമായിട്ട് ടോയ്ലറ്റിൽ പോകുമ്പോൾ പൈൽസ് പുറത്തേക്ക് തള്ളി വരികയും അത് ഉള്ളിലോട്ട് വിരൽ വെച്ച് കയറ്റി വെക്കുകയും ചെയ്യുന്ന ഒരു പേഷ്യന്റ് ഇന്ന് ക്ലിനിക്കിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആള് പൈൽസിന്റെ ലക്ഷണം ഇതാണ് എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ പൈൽസിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ഓൺലൈനായിട്ട് വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ 5 വർഷത്തോളം. ഇതിൽ ഒരു ദിവസം പെട്ടെന്ന് പുറത്തേക്ക് തള്ളി വരികയും അത് ഉള്ളിലോട്ട് കയറ്റി വെക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഹോസ്പിറ്റലിലോട്ട് പോയി അത് മാനുവലി റെഡ്യൂസ് ചെയ്യേണ്ട അവസ്ഥ ആൾക്ക് വന്നു. ആ സമയത്താണ് ആൾക്ക് മനസ്സിലായത് ഇത് മരുന്നിൽ നിൽക്കുന്ന കാര്യമല്ല എന്ന്. അങ്ങനെയാണ് ക്ലിനിക്കിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ക്ലിനിക്കിൽ വന്ന സമയത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയപ്പോൾ ലേറ്റ് 3rd ഡിഗ്രിയിലുള്ള പൈൽസ് ആണ്. നമുക്ക് മരുന്നിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേജിനേക്കാളും അപ്പുറത്തോട്ട് പോയിട്ടുണ്ട്. ഒരു പൈൽസിന്റെ കാര്യത്തിൽ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ മാത്രമാണ് നമുക്ക് മെഡിസിൻ ത്രൂ അത് മാനേജ് ചെയ്യാൻ പറ്റുക. ഒരു 2nd സ്റ്റേജ് തൊട്ട് നമുക്കത് പൊതുവെ മരുന്നിൽ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് ക്ഷാരകർമ്മ വഴി പ്രൊസീജിയർ ആയിട്ടാണ് അത് ചെയ്യാൻ പറ്റുക. ക്ഷാരകർമ്മം എന്ന് പറയുന്നത് പൈൽസിൽ മരുന്ന് പരട്ടി അതിനെ ചുരുക്കി കളയുന്ന ഒരു ട്രീറ്റ്മെന്റ് രീതിയാണ്. അത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാതെ തന്നെ അധികം ബ്ലീഡിങ്ങോ മുറിവോ ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് ആയിരിക്കും. പൈൽസ് പോലെയോ അല്ലെങ്കിൽ വേദനയോ പുറത്തേക്ക് തള്ളി വരുമോ ബ്ലീഡിങ്ങോ പഴുപ്പ് വരിക ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ വെച്ചിരിക്കേണ്ട. പഞ്ചഭൂതയിലെ ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള എനറക്ടൽ സർജൻസിന്റെ ഒരു ടീം തന്നെ അവൈലബിൾ ആണ്. ധൈര്യമായിട്ട് കയറി വരാം. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ടിനെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം.